ഹലോ, അസ്സലാമു അലൈക്കും. ഏവർക്കും ഇക്ര യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സൂറത്തുൽ ഫജ്റിലെ 11 മുതൽ 20 വരെയുള്ള ആയത്തുകളും അതിൻ്റെ നിയമങ്ങളുമാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذين طغوا في البلاد الذين طغوا في البلاد الذين طغوا في البلاد الذين طغوا في البلاد. ഇവിടെ തൊഗൗ ഓയിനാണ്. അവിടെ ഓയിനും അയിനും തമ്മിൽ വ്യത്യാസമുണ്ട്, ശ്രദ്ധിക്കണം. പിന്നെ ബിലാദ്, അവിടെ കൽക്കലത്തിന്റെ അക്ഷരമാണ് ദാല്. അതുകൊണ്ട് തന്നെ നമ്മള് അവിടെ ഒരു കുറച്ച് ഇതാക്കിയിട്ട് തന്നെ അവിടെ വെച്ചു കൊടുക്കണം. അത് കറക്റ്റായിട്ട് കേൾക്കണം. الذين طغوا في البلاد الذين طغوا في البلاد فأكثروا فيها الفساد فأكثروا فيها الفساد فأكثروا فيها الفساد فأكثروا فيها الفساد. فأكثروا സാ ആണ്, പുള്ളില്ല സാ, 3 പുള്ളില്ല സാ ആണ്. പിന്നെ ഫസാദ് ഒന്ന് സീനുമാണ്. അപ്പൊ ആ രണ്ടിന്റെ ഉച്ചാരണം മാറിപ്പോവരുത്, അല്ലെങ്കിൽ ഒന്നാവരുത്. فأكثروا فيها الفساد فأكثروا فيها الفساد فساد فساد. فصب عليهم ربك صوت عذاب. ഇനി കൂട്ടി ഓതാൻ ഇവിടെ ബുദ്ധിമുട്ടാണെങ്കിൽ, ചെറിയ കുട്ടികളാവുമ്പോൾ കൂട്ടി ഓതാൻ ബുദ്ധിമുട്ടേക്കാരം. അപ്പൊ നമുക്ക് ഇവിടെ അലൈഹിം ഇവിടെ വെച്ചുകൊടുക്കാം. فصب عليهم فصب عليهم فصب عليهم فصب عليهم عليهم ربك صوت عذاب. عليهم ربك صوت عذاب. ഇവിടെ അലൈഹിം റബ്ബുക, സാക്കിനായ മീമിന് ശേഷം റാ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇൽഹാർ, അതായത് വെളിവാക്കിയിട്ട് വേണം ഇവിടെ ഉച്ചരിക്കാന്. അലൈഹിം റബ്ബുക എന്ന് നമ്മൾ പറയൂല. അവിടെ എന്ത് പറയും? അലൈഹിം റബ്ബുക. فصب عليهم ربك صوت عذاب فصب عليهم ربك صوت عذاب. إن ربك لبالمرصاد إن ربك لبالمرصاد. ഇന്ന നൂനിന് ഷദ്ദുണ്ട്, 2 ഹർക്കത്തിന്റെ ഉച്ചാരണം വരെ ഇവിടെ മണിച്ചു കൊടുക്കണം. പിന്നെ റബ്ബക ലബിൽ മിർസ്വാദ്, സ്വാദാണ്, സീനല്ല. ഇന്ന റബ്ബക ലബിൽ മിർസ്വാദ്. إن ربك لبالمرصاد. ഒന്നും കൂടെ. إن ربك لبالمرصاد. فأما الإنسان إذا ما ابتلاه ربه فأما الإنسان فأما الإنسان إذا ما ابتلاه ഇതാ മബ്തലാഹു. ഇവിടെ എന്താണെന്ന് വെച്ചാല് ഫഅമ്മൽ ഇൻസാനു, സാക്കിനായ നൂനിന് ശേഷം സീന് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ യഫ ആണ്, അതായത് മറച്ച് മണിക്കാണ് ചെയ്യണത്. പിന്നെ ഇതാ മാന്ന് ഇവിടെ നീട്ടാൻ നമുക്ക് ഇവിടെ കാണുന്നുണ്ട് അല്ലേ. പിന്നെ ഇവിടെ എന്താ വന്നിട്ടുള്ളത്? മബ്തലാഹു, ഇബ്തലാഹു എന്നാണ് നമ്മള് ഇത് പറയുമ്പോ പറയാ. അപ്പോ ഇവിടെ ബായിന് സുക്കൂനാണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ഇതാ മാ ഇബ്തലാഹു എന്ന് നമ്മൾ പറയൂല. അതിന്റെ പകരം നമ്മള് ഇത് ചേർത്തി ഓതുമ്പോ ഇതാ മബ്തലാഹു എന്നാണ് നമ്മളിവിടെ. അപ്പൊ ഇവിടെ മാ നമ്മൾ നീട്ടിക്കൊടുക്കാതെ ഇവിടെ മബ്തലാഹു എന്ന് പറയണം. فأما الإنسان إذا ما ابتلاه ربه فأما الإنسان إذا ما ابتلاه ربه. ഇവിടെ റബ്ബു നമ്മൾ വെച്ചു കൊടുക്കാനുള്ള ഓപ്ഷനൊന്നും ഇവിടെ ഇല്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? വലിയൊരു ആയത്തായ കാരണം നമ്മളിവിടെ വെച്ചു കൊടുത്തതാണ്.
ربه فأكرمه ونعمه ربه فأكرمه ونعمه ونعمه ഇവിടെ വനഅമഹു എന്നാണ്. അപ്പൊ നമ്മൾ വെച്ചു കൊടുക്കുമ്പോ വനഅമ എന്നാണ് ലാസ്റ്റ് ഹാന്റെ ഒരു സൗണ്ട് വരും. അങ്ങനെയാണ് നമ്മൾ അവിടെ വെച്ചു കൊടുക്കുക. റബ്ബുഹു ഫഅക്രമഹു വനഅമഹ ربه فأكرمه فأكرمه ونعمه 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 ربه فأكرمه ونعمه ربه فأكرمه فأكرمه ربه فأكرمه ونعمه ഒന്നും കൂടെ ربه فأكرمه ونعمه فيقول ربي أكرمن فيقول ربي ഫയക്കൂലു ഇവിടെ നീട്ടാനില്ല. ഫയക്കൂലു റബ്ബി. പിന്നെ റബ്ബിക്ക് ഇവിടെ മദ് കാണാനില്ലേ? ഇവിടെ മദ് മുൻഫസിലാണ്. ഒരു പദത്തിന്റെ അവസാനത്തിൽ മദ്ദക്ഷരവും അടുത്ത പദത്തിന്റെ ആദ്യത്തിലാണ് ഇവിടെ അംസ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ 7 ഹർക്കത്ത് വരെ നീട്ടാവുന്നതാണ്. അസ്ലീനേക്കാൾ നീട്ടൽ ഇവിടെ വുജൂബില്ല. എന്നാലും നമുക്ക് 7 ഹർക്കത്ത് വരെ ഇവിടെ നീട്ടാം. فيقول ربي أكرمن فيقول ربي أكرمن 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 ഇവിടെ ഒന്ന് പുള്ളിയുള്ള കാഫുമാണ്, ഒന്ന് കാഫുമാണ്. فيقول ربي أكرمن فيقول ربي أكرمن 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 وأما إذا ما ابتلاه فقدر عليه وأما إذا ما ابتلاه فقدر عليه ഇവിടെ അതുപോലെ തന്നെയാണ് മബ്തലാഹു. പിന്നെ ഇവിടെ മദ് മുൻഫസിൽ തന്നെയാണ്. 7 ഹർക്കത്ത് വരെ നീട്ടാവുന്നതാണ്. പിന്നെ ഫഖദറ കാഫ് പുള്ളിയുള്ള കാഫാണ്, അത് ശ്രദ്ധിക്കണം. وأما إذا ما ابتلاه فقدر عليه وأما إذا ما ابتلاه ഇവിടെ നീട്ടി കൊടുക്കണം. وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن فقدر عليه رزقه فيقول ربي أهانن ഇവിടെ മദ് മുൻഫസിലാണ്. 7 ഹർക്കത്ത് വരെ നീട്ടാവുന്നതാണ്. فقدر عليه رزقه فيقول ربي أهانن فقدر عليه رزقه فيقول ربي أهانن ഇവിടൊക്കെ പുള്ളിയുള്ള കാഫാണ്. അതിന്റെ ഉച്ചാരണം ക ക, ഇത് രണ്ടും രണ്ടാണ്. فقدر عليه رزقه فيقول ربي أهانن فقدر عليه رزقه فيقول ربي أهانن فيقول ربي أهانن فيقول ربي أهانن كلا بل لا تكرمون اليتيم كلا بل لا تكرمون اليتيم ഇവിടെ ഒരു ചിഹ്നം കണ്ടില്ലേ? ഇത് നമുക്ക് വഖഫ് ഇവിടെ അനുവദനീയാണ്. വേണമെങ്കിൽ നമുക്ക് വഖഫ് ചെയ്തിട്ട് ഓതാം. പക്ഷേ ചേർത്തി ഓതലാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. കല്ല അങ്ങനെ നമ്മൾ വെച്ചിട്ട് ബല്ല തുക്രിമൂനൽ യതീം അങ്ങനെ ഓതാം. അല്ലാന്നുണ്ടെങ്കിൽ കല്ല ബല്ല തുക്രിമൂനൽ യതീം كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين ولا تحاضون على طعام المسكين ഇവിടെ തഹാക്ക് മദ്ദുണ്ട്. അപ്പൊ നമ്മള് നീട്ടി കൊടുക്കണം. ولا تحاضون على طعام المسكين ولا تحاضون على طعام المسكين
وتأكلون التراث أكلا لما وتأكلون التراث وتأكلون التراث وتأكلون التراث وتأكلون التراث أكلا لما أكلا لما ഇവിടെ തൻവീനു ശേഷം ലാമ് വന്നിട്ടുണ്ട്. അപ്പൊ ഇദ്ഗാം ബിലാവുന്ന മണിക്കാതെ എന്ത് ചെയ്യണം, ഇതിനെ നമ്മൾ ഇതിലേക്ക് ഇദ്ഗാം ചെയ്തു കൊടുക്കണം. وتأكلون التراث أكلا لما وتأكلون التراث أكلا لما وتحبون المال حبا جما وتحبون المال حبا جما ഇവിടെ തൻവീനു ശേഷം ജീമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇഫ്ഫാ ചെയ്യണം, മറിച്ച് മണിക്കണം. وتحبون المال حبا جما وتحبون المال حبا جما وتحبون المال حبا جما وتحبون المال الحب وتحبون المال حبا جما وتحبون مال وتحبون المال وتحبون المال حبا جما ഒന്നും കൂടെ وتحبون مال وتحبون المال حبا جما وتحبون المال حبا جما ഇന്നത്തെ ക്ലാസ്സിൻ്റെ നേരിട്ടുള്ള പരിഭാഷയാണിത്. ഈ ഖുർആൻ പാരായണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അറിവിലുള്ള ഖുർആൻ പഠിക്കുന്നവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.